മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകും എന്ന് പറയുന്നു. ജീവൻ ബാബു IAS കുവൈറ്റിലേക്ക് പോകുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ പരിഹാരം നൽകാനും തീരുമാനമായിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയാണ് നൽകുക. നേരത്തെ വീണ ജോർജ് മരിച്ചവരുടെ ബന്ധുക്കളെ കണ്ടതിന് ശേഷം സഹിക്കാൻ പറ്റാത്ത അത്ര വേദനയാണ് ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത് എന്നും നിർഭാഗ്യകരമായ സംഭവമാണ് എന്നും പറയുകയുണ്ടായി. ഇന്നിപ്പോൾ വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത് സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, സാമൂഹ്യക്ഷേമ മന്ത്രി എന്നുള്ള നിലയിലാണോ വീണ കുവൈറ്റിലേക്ക് പോകുന്നത്? അതുകൊണ്ട് മാത്രമല്ല നികേഷ്, പത്തനംതിട്ടയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിക്കേറ്റവരും മരണപ്പെട്ടവരും ഉള്ളത് എന്നുള്ളതാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ടുകൂടിയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് പോകാൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, പരിക്കേറ്റ് നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് കുവൈറ്റിൽ. അത്തരക്കാരെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ തന്നെ കുവൈറ്റിലേക്ക് പോകാൻ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഒരു ഉദ്യോഗസ്ഥനും പോകുന്നുണ്ട്. ജീവൻ ബാബു IASനോട് മന്ത്രിയും ജീവൻ ബാബു IASുമായിരിക്കും കുവൈറ്റിലേക്ക് പോകാൻ. ഇരുവരും ഇന്ന് തന്നെ കുവൈറ്റിലേക്ക് പോകുമെന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. മറ്റൊന്ന്, ഈ അപകടത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം ഉടൻ വരും. പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം രൂപ നൽകാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒപ്പം മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ ഇടപെടലും സർക്കാർ തലത്തിൽ നടത്തുകയും ചെയ്യും. അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും സർക്കാർ ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ട് മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടുന്ന് സംസ്ഥാന സർക്കാരിന്റെ ചിലവിലായിരിക്കും മലയാളികളുടെ മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുക. ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് എത്തിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും സൗകര്യങ്ങളും സർക്കാർ ചെയ്യുമെന്നുള്ള ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളായ 2 പേരെ കുവൈറ്റിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ഈ സംഭവ സ്ഥലം നടന്ന സ്ഥലത്തേക്ക് അയക്കുക എന്നുള്ളതാണ്. അവിടെ എത്തി വേണ്ട മേൽനോട്ടങ്ങളും മറ്റും അവർ നേരിട്ട് വഹിക്കട്ടെ എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന് ഈ പരുക്ക് പറ്റിയ ആളുകൾ നിരവധി പേർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രിയെ നേരിട്ട് തന്നെ പോകാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പരിക്കേറ്റവർ എന്നുള്ള രീതിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിൽ സന്ദർശിക്കുക, സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, പരിക്കേറ്റ ആളുകളിലധികവും ഈ പത്തനംതിട്ടയിലുള്ളവരാണ് കൂടുതലുള്ളത്. ആ അർത്ഥത്തിൽ കൂടിയാണ് മന്ത്രി വീണ ജോർജിനെ ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളായ 2 പേരെ കുവൈറ്റിലേക്ക് അയക്കാനാണ് ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഒപ്പം ഏറ്റവും പ്രധാനം, പരിക്കേറ്റവർ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം വൈകാതെ വരും. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയുടെ സഹായധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ അത് സാഹചര്യം നോക്കി പിന്നീട് പ്രഖ്യാപിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ പ്രാഥമിക തീരുമാനം എന്ന നിലയിലാണ് ഈ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ തീരുമാനങ്ങളിലേക്ക് ഇന്ന് ചേർന്ന പ്രത്യേക അടിയന്തര മന്ത്രിസഭാ യോഗം എത്തിയിരിക്കുന്നത്. നികേഷ്.